നമ്മൾ ഇന്ന് ആറ്റത്തെക്കുറിച്ചാണ് നോക്കുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ്. എന്നാൽ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾട്ടാണ്. 1807 അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആറ്റം കണ്ടെത്തിയ ജോൺ ഡാൾട്ടൺ തന്നെയാണ്. ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡെമോക്രീറ്റസ് ആണ്. എന്താണ് അറ്റോമിക സിദ്ധാന്തം എന്ന് നോക്കാം. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിപ്പിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത്. ആറ്റത്തിൻ്റെ മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകളാണ് ന്യൂട്രോണും പ്രോട്ടോണും. ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. പ്രോട്ടോൺ ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. 1886 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ഗോൾഡ്സ്റ്റെയിൻ. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജിന് കാരണമായ കണങ്ങൾ പ്രോട്ടോൺ ആണെന്ന് തെളിയിച്ച വർഷം 1920 ആണ്. ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡെന്നും ആറ്റത്തിൻ്റെ ഫിംഗർ പ്രിൻ്റ് എന്നും അറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ആറ്റത്തിലെ ചാർജില്ലാത്ത കണമാണ് ന്യൂട്രോൺ. 1932 ആറ്റത്തിനുള്ളിൽ ചാർജില്ലാത്ത കണമായ ന്യൂട്രോൺ ഉണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജെയിംസ് ചാഡ്വിക്. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണവും ന്യൂട്രോൺ തന്നെയാണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ഇലക്ട്രോൺ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഒരു പദാർത്ഥത്തിൻ്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്നത് ഇലക്ട്രോൺ ആണ്. ഒരാറ്റത്തിലെ ചലിക്കുന്ന കണം ഇലക്ട്രോൺ ആണ്. ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നതും ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണവും ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. എന്നാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൺ ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്താനായി നടത്തിയ പരീക്ഷണമാണ് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ഇലക്ട്രോണിൻ്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. അദ്ദേഹം തൻ്റെ കാഥോഡ് റേ പരീക്ഷണത്തിലൂടെയാണ് ഇത് കണ്ടെത്തിയത്. ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജോർജ് ജോൺ സ്റ്റോൺസ്റ്റോയിയാണ്. ഇലക്ട്രോണിൻ്റെ ദ്വൈത സ്വഭാവം കണ്ടെത്തിയത് ലൂയി ഡി ബോർഗ്ലിയാണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. മൗലിക കണങ്ങൾക്ക് പുറമെ ആറ്റത്തിൻ്റെ കണങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള മറ്റ് സൂക്ഷ്മ കണങ്ങളാണ് മീസോണുകൾ, ന്യൂട്രിനോ, ആൻറ്റി ന്യൂട്രിനോ, പോസിട്രോൺ തുടങ്ങിയവ. എന്താണ് പോസിട്രോൺ നോക്കാം. ഇലക്ട്രോണിൻ്റെ അതേ മാസുള്ളതും എന്നാൽ ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജുള്ളതുമായ കണമാണ്
പോസിട്രോൺ. പോസിട്രോൺ കണ്ടെത്തിയത് കാൾ ആൻഡേഴ്സൺ ആണ്. പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആൻറ്റി പാർട്ടിക്കിളുകളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് പോൾഡറി. പോസിട്രോണിൻ്റെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തി പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ടെക്നിക്കൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ-11. എന്താണ് ആൻറ്റി പ്രോട്ടോൺ? പ്രോട്ടോണിന് തുല്യം മാസ് ഉള്ളതും എന്നാൽ പ്രോട്ടോണിൻ്റെ വിപരീത ചാർജുള്ളതുമായ കണങ്ങളാണ് ആൻറ്റി പ്രോട്ടോൺ. ആൻറ്റി പ്രോട്ടോൺ കണ്ടെത്തിയത് ചേംബർലെയ്നും സെഗ്രെ ഇന്നുമാണ്. ആൻറ്റി ന്യൂട്രോൺ ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ്. കണ്ടെത്തിയത് ബ്രൂസ് കോർക്കാണ്.